പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ നിയമത്തിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. ഒരു ലീഗൽ മാരേജ് നിലനിൽക്കുന്ന സമയത്ത് വൈഫ് പ്രഗ്നന്റ് ആയാൽ ആ ഹസ്ബൻഡാണ് റെസ്പോൺസിബിൾ. ഞാൻ മലയ്ക്ക് വ്രതത്തിലാണ്. ഇവള് പിന്നെ വന്നിട്ട് ആ സമയത്ത് ആവില്ലല്ലോ. അത് ഇയാള് പറഞ്ഞ ആ കുട്ടിയുടെ ലെജിറ്റിമസിയെ ചലഞ്ച് ചെയ്യുന്നതിൽ യാതൊരു പിന്നെ പോരാത്തിന് എപ്പോഴും പ്രശ്നമുള്ള ഇവളായിട്ട് ഞാൻ എങ്ങനെ വേണം ആ സമയത്ത് ഉണ്ടാവും. ശരി, അത്രയും ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഇത്രയും പാവം മാഡം, ഇത്രയും ഡൗട്ട് സംശയത്തോടെ പറയണം. നമുക്ക് DNA ടെസ്റ്റ് എടുത്ത് തെളിയിക്കാം. ഞാൻ തയ്യാറാണ് മാഡം. പക്ഷേ അത് ഇയാളുടെ കുട്ടി തന്നെയാണ് നിരൂപിച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? എനിക്ക് എന്ത് ആൻസർ തരും? എന്ത് ചെയ്യാൻ കഴിയും? അതാണ് എന്ത് ചെയ്യാൻ തയ്യാറന്നെ. പക്ഷെ അത് എന്റെ കുട്ടിയാണെന്ന് നീ പറഞ്ഞ ആൾക്കാരാണെങ്കിൽ എന്റെ കുട്ടിയല്ലത്. അത്ര ഞാൻ പറയാം. ദുഷ്ട, ഇത്രയും ചെയ്തിട്ട് ഞാൻ പറയണില്ലേ, ഇത്രയും ചെയ്ത് ഏതൊരാണും അവനോന്റെ ഇതിന് ഏതൊരാളും ഇതാക്കില്ല. ലോകത്ത് ഏതൊരാളും ഇത് ചെയ്യില്ല. പക്ഷെ ഇത്രയും ചീപ്പായ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത് ഞാൻ വളരെ വളരെ നാണിക്കുന്നു. നിങ്ങൾ പറയുന്ന മാസങ്ങൾ തമ്മിൽ വളരെ വ്യത്യാസമില്ലേ? ഓഗസ്റ്റ് റിസൾട്ട് കാണിക്കണം മാഡം. ഒരു മാസത്തെ എന്റെ ഡോക്ടർ റിസൾട്ട് കാണിക്കണം. എന്തായാലും അറിയാലോ ഞാൻ ഏത് മാസത്തിലെ മലക്ക് വീണെന്ന്. മലയ്ക്ക് പോയി എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു എടുക്കാൻ ഒക്കുന്ന കാര്യമല്ല. മലയ്ക്ക് പോയി നിങ്ങൾ ഈ പറയുന്ന കാലയളവിൽ ബന്ധപ്പെട്ടില്ലല്ലോ. ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടില്ല. കൈയും കാലും പിടിച്ച് വലിച്ചോണ്ട് ഒരുമാതിരി റേപ്പ് ചെയ്യണ പോലെയാണ് ഇയാൾ ചെയ്തത് എന്നോട്. ഒരു അച്ഛനും അമ്മയും ഇരിക്കെ വലിച്ചോണ്ട് പോയിട്ട് നിങ്ങൾ വ്യത്യസ്തമായ സ്ഥലത്ത് താമസിച്ചിട്ടില്ല, ഒരേ സ്ഥലത്ത് താമസിച്ചിരുന്നതാണ്. നിയമപരമായിട്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടിയാണെന്നേ അനുമാനിക്കാനൊക്കെ നിയമത്തിന്. അല്ലാതെ മറ്റൊരു അതിനെ ചലഞ്ച് ചെയ്യുന്നത് പോലും സത്യത്തിൽ അങ്ങനെ എന്റെ പ്രഗ്നൻസി അല്ലാതെ പറയുന്നത് പോലും ക്രൂരതയാണ്. ഇതിനുള്ള ആൻസർ തരേണ്ടി വരും കേട്ടോ. അത് ഒരു ക്രൂരതയാണ്. കാരണം നിങ്ങളുടെ നിയമപരമായ വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൈഫ് പ്രഗ്നന്റ് ആയ നിങ്ങൾ അല്ലാതെ ഇത് അല്ലാതാണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും. അതുണ്ടോ? നിങ്ങൾക്ക് പറയാനുണ്ടോ? കോൺക്രീറ്റ് ആയിട്ട് പറയാനൊക്കോ? ഇങ്ങനെ വേറെ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയാനൊക്കോ? ഫോൺ കോൾസ് നിങ്ങളൊരു കാര്യം ഇവിടെ തോന്നുന്ന പോലെ കയറി വരുള്ളൂ, തോന്നുന്ന പോലെ ഇറങ്ങി പോകും. നിങ്ങൾ പറഞ്ഞൊരു കാര്യമില്ല. ആ കുട്ടി പറഞ്ഞ ഒരു വാലിഡ്, ഞാനൊരു കാര്യം ധൈര്യമായിട്ട് ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് ആ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഭയം ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഈ പറഞ്ഞ പോലെ DNA ടെസ്റ്റിന് തയ്യാറാവില്ല.